ഹായ് ഫ്രണ്ട്സ്, സൗഹൃദമീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ഈ സമൂഹത്തിലെ ഇന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നത്? വളരെയധികം മനസ്സാക്ഷിനെ ഞെട്ടിക്കുന്ന പല സംഭവങ്ങളും നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. നമ്മളിൽ പലരും ആ സംഭവങ്ങൾ അറിയാതെ പോവുകയാണ്. എന്നാൽ നമ്മളറിയാതെ പോയിച്ചാൽ അത് പോട്ടെ, വലിയ കാര്യമാക്കണ്ട. അറിയുന്ന ആളുകൾ അതറിയാതെ പോവുകയാണ്. എന്താ ഇപ്പോൾ ഇതിങ്ങനെ പറയാൻ കാരണം വെച്ചാൽ, നമ്മുടെ പത്തനംതിട്ടയിൽ ഇപ്പോൾ എന്താ ഉണ്ടായത്? 13 വയസ്സായ ഒരു പെൺകുട്ടി, ഈ 13 വയസ്സായ പെൺകുട്ടി 13 വയസ്സ് മുതൽ 18 വയസ്സ് വരെ, അതായത് നിരന്തരം 5 വർഷം പീഡനത്തിന് ഇരയായി എന്നുള്ളൊരു വാർത്തയാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. 64 ആളുകളാണ് അതിൽ പ്രതിയായിരിക്കുന്നത്. പ്രായപൂർത്തിയാവാത്ത ആളുകൾ വരെ, ക്രിമിനലുകൾ ഒക്കെ അതിൽ പ്രതികളാണ്. മനസ്സാക്ഷിക്ക് ഇന്നെ ഞെട്ടിക്കാൻ ഇനി വേറെ എന്തെങ്കിലും കേൾക്കണോ? അപ്പോൾ 13 വയസ്സുള്ള ഈ കുട്ടീനെ പ്രേമം നടിച്ചിട്ട് അയൽവാസിയായൊരു യുവാവ് പീഡിപ്പിക്കുകയാണ്. എന്നിട്ട് അയാൾ ഈ ദൃശ്യം പകർത്തിയിട്ട് സോഷ്യൽ മീഡിയയിലിട്ടിട്ട് പ്രചരിപ്പിക്കുന്നു പറഞ്ഞിട്ട് ഈ കുട്ടീനെ ഭീഷണിപ്പെടുത്തിയിട്ട് വീണ്ടും ഈ പ്രക്രിയ തുടരുകയാണ്. പിന്നെ അവൻ്റെ കൂട്ടുകാർക്ക് അങ്ങനെ പലവിധ നാനാജാതി ആളുകൾക്കും വിഭാഗങ്ങൾക്കൊക്കെ ഇങ്ങനെ കൊണ്ടുപോയി കാഴ്ചവെക്കുകയാണ്. ഇതിനാരാണ് ഉത്തരവാദി? ഈ കുട്ടിക്ക് സ്വന്തമായിട്ട് സ്മാർട്ട് ഫോൺ ഇല്ല എന്നാണ് പറഞ്ഞത്. കുട്ടിയുടെ രക്ഷിതാവിൻ്റെ ഫോണിലേക്കാണ് ഈ ആൾക്കാർ വിളിക്കുക. അപ്പോൾ ആ വിളിക്കനുസരിച്ചിട്ട് ഈ കുട്ടി പോവുകയാണ്. അപ്പോൾ കേവലം 13 വയസ്സുള്ളൊരു കുട്ടി എന്ന് പറഞ്ഞാൽ ഒന്നും അറിയാത്ത പ്രായമെന്ന് വയ്ക്കാം. 13 കഴിഞ്ഞു, 16 കഴിഞ്ഞു, 17 കഴിഞ്ഞു, 17.25 വയസ്സ് കഴിഞ്ഞു, 18 വയസ്സ് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഇപ്പോൾ ഇത് പുറം ലോകം അറിയണതും പോലീസിലൊക്കെ അറിയിക്കുന്നത്. അപ്പോൾ ഈ കുട്ടിക്ക് എന്താ, ഒരു വകതിരിവില്ലാത്ത കുട്ടിയാണോ? നമ്മുടെ ശരീരത്തിൽ ഒരാൾ അനാവശ്യമായിട്ട് സ്പർശിച്ചാൽ അതിന് പ്രതികരിക്കണ്ടേ? അല്ലെങ്കിൽ പ്രതികരിക്കില്ലേ? അപ്പോൾ ഈ രക്ഷിതാക്കളൊക്കെ എന്ത് കരുതി? രക്ഷിതാക്കൾക്ക് ഒരു ഉത്തരവാദിത്വം ഇല്ലേ കുട്ടികളുടെ പേരിൽ? അപ്പോൾ ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും രക്ഷിതാക്കൾ ജാഗരൂകരായിരിക്കേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ. പ്രത്യേകിച്ചും പെൺകുട്ടികളുടെ കാര്യത്തിൽ പ്രത്യേക ജാഗരൂകത കാണിക്കണം. ഈ രക്ഷിതാവിൻ്റെ മൊബൈലിലേക്ക് വിളിച്ചിട്ട് കുട്ടിയോട് വരാൻ പറഞ്ഞാൽ ആ കുട്ടി പോവുകയാണല്ലോ വീട്ടിൽ നിന്ന്. അപ്പോൾ ഈ രക്ഷിതാക്കളിൽ ആരെങ്കിലും ഒരാൾ ചോദിക്കണ്ടേ, നീ എവിടെ പോകുന്നു, എന്തിനു പോകുന്നു, ആരുടെ കൂടെ ഈ പോയിണ്ടായിരുന്നത്, ഈ എവിടേക്കാണ് പോയത്, എന്തിനു പോയി എന്നുള്ളൊരു 100 ചോദ്യങ്ങൾ ഈ കുട്ടിയോട് ചോദിക്കേണ്ടതല്ലേ? അതല്ലെങ്കിൽ ഈ രക്ഷിതാവിൻ്റെ ഫോണിലേക്ക് വിളിച്ച ആളോട് ചോദിക്കണ്ടേ, നീ എന്തിനു വിളിക്കുന്നു, എന്താണ് എൻ്റെ മകളുമായിട്ട് എനിക്ക് ബന്ധം, അല്ല എങ്ങനെയാണ് പരിചയപ്പെട്ടത്? അപ്പോൾ ചിലപ്പോൾ പറയുമായിരിക്കാം, ഞാൻ സഹപാഠിയാണ്, കൂടെ പഠിച്ചിരുന്ന ആളാണ്, അല്ലെങ്കിൽ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറയാം. പക്ഷെ അവനവൻ്റെ കുട്ടിയോട് ചോദിച്ചൂടെ? നിജസ്ഥിതി മനസ്സിലാക്കണ്ടേ? എല്ലാതും കഴിഞ്ഞതിന് ശേഷം കേരള പോലീസിനോട് പറഞ്ഞിട്ട് എന്താ കാര്യമുള്ളത്? അപ്പോൾ സൗഹൃദ മീഡിയയ്ക്ക് പറയാനുള്ളത്, രക്ഷിതാക്കൾ കുട്ടികളുടെ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ കൊടുക്കേണ്ട ഒരു കാലാവസ്ഥയാണ് ഇപ്പോൾ. ഇത് ഒരു അവസരത്തിൽ കൂടെയാണ് ഇപ്പോൾ നമ്മൾ കടന്നു പോകുന്നത്. നിത്യേന ഇപ്പം തന്നെ ഇപ്പോൾ മലപ്പുറം ജില്ലയിൽപ്പെട്ടൊരു സ്ഥലത്ത് 36 വയസ്സായ ഒരു സ്ത്രീനെ, അതായത് മാനസിക വെല്ലുവിളി നേരിടുന്ന ഒരു സ്ത്രീനെയാണ് 5-6 ആൾ ഇത്തരണത്തിലാക്കിയിട്ടുണ്ട്. അത് പിന്നെ മാനസിക വെല്ലുവിളി നേരിടുന്നതെങ്കിലും കണക്കാക്കാം. ഈ കുട്ടിക്ക് അതൊന്നും ഇല്ലല്ലോ. അപ്പോൾ സൗഹൃദ മീഡിയയ്ക്ക് എല്ലാ രക്ഷിതാക്കളോടും പറയാനുള്ള ഒരൊറ്റ കാര്യമുള്ളൂ, നമ്മുടെ കുട്ടികളുടെ കാര്യത്തിൽ വളരെ ശ്രദ്ധ വേണം. ശ്രദ്ധ പുലർത്തണം. നമ്മൾ കണ്ണിലെ കൃഷ്ണമണി പോലെ അവരുടെ കാര്യത്തിൽ ശ്രദ്ധ കാണിക്കണം. അതല്ലെങ്കിൽ ഇത്തരുണത്തിലുള്ള പത്തനംതിട്ട കുട്ടി പോലെ പല ജില്ലകളിലും കുട്ടികളുണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ എല്ലാവരും ജാഗരൂകരായിരിക്കുക. കുട്ടികളോടുള്ള മെസ്സേജ്, കുട്ടികൾ സ്വന്തം ശരീരം സൂക്ഷിക്കാൻ പ്രാപ്തരാവണം. അറിയാത്ത വ്യക്തി നമ്മുടെ ശരീരത്തിൽ സ്പർശിക്കുക വെച്ചാൽ അരുത് എന്ന് പറയാനുള്ള തൻ്റെ ഇടം കാണിക്കണം. അതിന് വളം വെച്ച് കൊടുക്കുന്ന രീതിയിൽ കുട്ടികൾ പെരുമാറാൻ പാടില്ല. അതാണ് എല്ലാ പെൺകുട്ടികൾക്കും ധൈര്യം വേണം.
അവനവൻ്റെ ജീവിതം അവനവനാണ് കരുപ്പിടിപ്പിക്കേണ്ടത്. അത് താറുമാറാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമത്തിലും പെൺകുട്ടികൾ ചെന്ന് പെടരുത്. ഓരോ പ്രായത്തിനനുസരിച്ചിട്ടൊക്കെ പ്രേമം തോന്നാം. എതിർലിംഗത്തിൽപ്പെട്ട ആളുകൾക്ക് പരസ്പരം പ്രേമം തോന്നി എന്നൊക്കെ വരാം. അതൊന്നും ശാശ്വതമായ പ്രേമല്ല. ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാനുള്ള സൗകര്യങ്ങളൊന്നും പെൺകുട്ടികൾ പ്രത്യേകിച്ച് ചെയ്തു കൊടുക്കാൻ പാടില്ല. അതാണ് സൗഹൃദ മീഡിയയ്ക്ക് പറയാനുള്ളത്. പിന്നെ സാമ്പത്തിക ശേഷിയുള്ള വീട്ടിലെ കുട്ടികളൊന്നും ഇത്തരുണത്തിൽ ചെന്ന് പെടുന്നില്ല എന്ന് ഒരു വിഭാഗം ആളുകൾക്കൊരു ധാരണ ഉണ്ട്. അതൊരു പരിധിവരെ ശരിയാണ്. പക്ഷേ വളരെ പാവപ്പെട്ട വീട്ടിലെ കുട്ടികളെ പ്രലോഭിപ്പിച്ചാൽ പെട്ടെന്ന് പ്രലോഭനത്തിൽ അവർ വീഴാൻ സാധ്യതയുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് അങ്ങനത്തെ കുട്ടികളും രക്ഷിതാക്കളും പ്രത്യേകം ശ്രദ്ധിക്കണം. അവനവൻ്റെ കുട്ടിയുടെ പെരുമാറ്റത്തിലും പ്രവൃത്തിയിലൊക്കെ മാറ്റം കാണുമ്പോൾ നിർബന്ധമായും ചോദ്യം ചെയ്യണം. പിന്നെ പല കുട്ടികളുടെ കയ്യിലും ഇല്ലാത്ത ഫോണൊക്കെ ഒരു സുപ്രഭാതത്തിൽ കാണും. അപ്പോൾ രക്ഷിതാക്കൾ ചോദിക്കും, ഇതെന്ത് എവിടുന്നാണ് എനിക്ക് ഫോണൊക്കെ കിട്ടിയെന്ന്. അപ്പോൾ കുട്ടികളെന്ത് പറയും, ഇതിൻ്റെ കൂട്ടുകാരി തന്നതാണ്, അല്ലെങ്കിൽ 2 ദിവസത്തേക്ക് ഉപയോഗിക്കാൻ തന്നതാണ്. അങ്ങനെയൊക്കെ പറഞ്ഞ് രക്ഷപ്പെടുന്ന കുട്ടികളും ഉണ്ടാവാം. പക്ഷെ അതൊന്നും അനുവദിക്കാൻ പാടില്ല. എന്തെങ്കിലും ഒരു ആവശ്യത്തിന് എൻ്റെ സുഹൃത്ത് അല്ലെങ്കിൽ എൻ്റെ സഹപ്രവർത്തക അല്ലെങ്കിൽ സഹപാഠി മൊബൈലൊന്നും ഉപയോഗിക്കാൻ തന്നു വെച്ചാൽ ആ ആവശ്യം കഴിഞ്ഞാൽ തിരിച്ചേൽപ്പിക്കാൻ പറയണം. ആ ഒരു മനോഭാവം രക്ഷിതാക്കൾ കാണിക്കേണ്ടതുണ്ട്. വളം വെച്ച് കൊടുക്കുന്ന രീതിയിൽ യാതൊരു പ്രവണതയും രക്ഷിതാക്കളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാൻ പാടില്ല. അതാണ് സൗഹൃദ മീഡിയയ്ക്ക് പറയാനുള്ളത്. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഒരു പ്രിൻസിപ്പാള് CPTA നടക്കുമ്പോൾ പറഞ്ഞൊരു സംഭവം ഞാൻ പറയട്ടെ. അത് ഞാൻ സൗഹൃദ മീഡിയയിലൂടെ ഇപ്പോൾ പറയാണ്. അപ്പോൾ ആ CPTAയിൽ ക്ലാസ് ടീച്ചേഴ്സ്, ഓരോ വിഭാഗം ടീച്ചേഴ്സും വന്ന് പേരൻസിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് എന്നതിന് ശേഷം അവസാനമാണ് പ്രിൻസിപ്പാൾ വന്നത്. പ്രിൻസിപ്പാൾ ഒരു ലേഡിയാണ്. അവർ വന്നിട്ട് രക്ഷിതാക്കളോട് പറയാണ്, പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ കാര്യമാണ് എടുത്തു പറഞ്ഞത്. അവർ ഈ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ഏകദേശം ഒരു 5-6 കിലോമീറ്റർ ദൂരെയാണ് അവരുടെ വീട്. അപ്പോൾ അവർ നേരത്തെ വരും സ്കൂളിലേക്ക്, ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് അവർ നേരത്തെ വരും. അപ്പോൾ നേരത്തെ വരുമ്പോൾ ഈ പെൺകുട്ടികൾ ഈ കോമ്പൗണ്ടിൻ്റെ പുറത്തിരുന്നിട്ട് വീഡിയോ കോൾ വിളിക്കുകയാണ്. വീഡിയോ കോളിലാണ് പല പെൺകുട്ടികളും വീഡിയോ കോളിൽ ഇങ്ങനെ വിളിച്ചിട്ട് ഇങ്ങനെ ചിരിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പ്രിൻസിപ്പാൾ പ്രത്യേകിച്ച് അമ്മമാരുടെ മുഖത്തും അച്ഛന്മാരുടെ മുഖത്തൊക്കെ നോക്കി പറഞ്ഞൊരു വാചകമുണ്ട്. എന്താണെന്നറിയോ? ഒരു അരമണിക്കൂർ മുൻപേണ് രക്ഷിതാക്കളുടെ അടുത്തുനിന്ന് കുട്ടികൾ ഇങ്ങോട്ട് പോന്നിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ രക്ഷിതാക്കളുടെ മുഖം കാണാൻ അവർക്ക് വലിയ ഇഷ്ടമൊന്നും ഉണ്ടാവില്ല. പിന്നെ ഇവരെ ആരുടെ മുഖത്ത് നോക്കിയിട്ടാണ് ഈ സംസാരിക്കുന്നതെന്ന് ഒരു ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിൻസിപ്പാൾ പറഞ്ഞ വാചകമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അതിശയോക്തിയല്ല, സത്യമാണ്. അപ്പോൾ പെൺകുട്ടികൾ ഇത്തരത്തിലാണ് പെരുമാറുന്നത്. പഠിക്കുന്ന കുട്ടികൾ, ഈ ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിക്കുന്ന പെൺകുട്ടികളുടെ ചെയ്തികളാണ് ഇപ്പോൾ ഈ പറഞ്ഞത്. മനസ്സിലായ? അങ്ങനെ വെച്ച് നോക്കുമ്പോൾ കോളേജിലത്തെ കാര്യം പിന്നെ പറയേണ്ടതുണ്ടോ? എല്ലാ കുട്ടികളുടെ അടുത്തും ഫോണുണ്ട്. പക്ഷേ പ്രിൻസിപ്പാൾ പറയാണ്, അത് എവിടെയാണ് ഇവർ സൂക്ഷിക്കാൻ കൊടുക്കുന്നത്, എവിടെയാണ് വെക്കുന്നതെന്ന് ഞങ്ങൾക്ക് ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റിയില്ല എന്ന് അങ്ങനെ പറയുന്നത്. അപ്പോൾ അവനവനെ തന്നെ കാക്കണം. ഒരു ഹൈസ്കൂൾ ലെവലിൽ പഠിക്കുന്ന കുട്ടിയോ അല്ലെങ്കിൽ ഹയർ സെക്കൻഡറി പഠിക്കുന്ന കുട്ടിയോ ഒരു ഡിഗ്രിയിൽ പഠിക്കുന്ന കുട്ടിയോ അങ്ങനെ പറഞ്ഞോളന്നില്ല. അത് ചെറുപ്പം മുതൽ അവരെ ആ തരുണത്തിലാക്കി കൊണ്ടുവരണം. നമ്മൾ പ്രൈമറി ക്ലാസ്സിൽ പഠിക്കുമ്പം മുതൽ അന്ന് സ്കൂളിലുണ്ടായ എല്ലാ കാര്യങ്ങളും വീട്ടിൽ വന്ന് പറയാനുള്ളൊരു രീതിക്ക് ആ കുട്ടീനെ നമ്മൾ ആക്കി തീർക്കേണ്ടതുണ്ട്. അത് കുട്ടി വന്നാൽ കുട്ടീനെ സ്നേഹത്തോടു കൂടി ചേർത്ത് നിർത്തി അല്ലെങ്കിൽ ഇരുത്തുക ചെയ്ത് എന്തെങ്കിലുമൊക്കെ ഭക്ഷണമൊക്കെ കൊടുത്തതിന് ശേഷം കുട്ടിയോട് വിശേഷങ്ങൾ നമ്മൾ അങ്ങോട്ട് ചോദിക്കണം. ഇന്ന് എൻ്റെ ക്ലാസ് ടീച്ചർ ഉണ്ടായിരുന്നോ? ചെറിയ ക്ലാസ്സിലാക്കുമ്പോൾ ഒരു ക്ലാസ് ടീച്ചറേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് എന്തൊക്കെയാണ് ടീച്ചർ പറഞ്ഞു തന്നത്? കഥ പറഞ്ഞു തന്നോ? പാട്ട് പാടിയോ? അങ്ങനെയുള്ള രസകരമായിട്ട് കുട്ടികളോട് അങ്ങോട്ട് ചോദിക്കണം. 1-2 പ്രാവശ്യമൊക്കെ ചോദിക്കുമ്പോൾ കുട്ടി ചിലപ്പോൾ അങ്ങോട്ട് മറുപടി പറഞ്ഞോളൊന്നുമില്ല. നമ്മൾ നിരന്തരം വീണ്ടും ചോദിക്കണം. അപ്പോൾ കുട്ടി ഇങ്ങോട്ട് പറയാൻ തുടങ്ങും. പിന്നെ കുട്ടി എന്തുണ്ടാവും? രക്ഷിതാവ് അല്ലെങ്കിൽ അമ്മ ചോദിക്കാതെ തന്നെ കുട്ടി ഇങ്ങോട്ട് പറഞ്ഞു തുടങ്ങും സ്കൂളിലുണ്ടായ ഓരോ കാര്യങ്ങളും. അപ്പോൾ അതങ്ങനെ കുട്ടിയുടെ വളർച്ചയ്ക്ക് അനുസൃതമായിട്ടുള്ള കാര്യങ്ങൾ കുട്ടി പറഞ്ഞുകൊണ്ടിരിക്കും. അതല്ലെങ്കിൽ നമ്മൾ ചോദിച്ചാൽ പറയും. അത്തരുണത്തിൽ കുട്ടികളാക്കി തീർക്കണം.
അതല്ലാതെ ഒരു സുപ്രഭാതത്തിൽ ഒരു ഹയർ സെക്കൻഡറിയിൽ പഠിക്കുന്ന കുട്ടി ചില കാര്യങ്ങൾ മൂടി വയ്ക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ ഈ രീതിയിലാണ് കുട്ടി വളർന്നു വന്നത് അതല്ലെങ്കിൽ വളർത്തിയെടുത്തത് എന്ന് വെച്ചാൽ കുട്ടി പറഞ്ഞിരിക്കും. അത്ര കണ്ട് വല്ല പ്രശ്നങ്ങൾ മാത്രമേ കുട്ടി വല്ല വിഷമവൃത്തത്തിൽ പെട്ടാൽ മാത്രമേ കുട്ടി പറയാതിരിക്കുള്ളൂ. പക്ഷേ അപ്പോൾ കുട്ടിയുടെ പ്രവൃത്തിയും പെരുമാറ്റവും കണ്ടാൽ ഒപ്പം സഞ്ചരിക്കുന്ന രക്ഷിതാക്കൾക്കത് കണ്ടുപിടിക്കാൻ കഴിയും. കുട്ടികളുടെ നിഴൽ പോലെ സഞ്ചരിച്ച രക്ഷിതാക്കളില്ലേ, അവർക്കത് കണ്ടുപിടിക്കാൻ കഴിയും. കുട്ടികളെപ്പോഴും നമുക്ക് കുട്ടികളാണ്. വളർച്ചയൊന്നും നമുക്ക് കുട്ടി എന്നുള്ളത് കുട്ടിത്തത്തിന് വളർച്ചയൊന്നും ബാധകമല്ല. നമ്മുടെ കുട്ടികളെ തന്നെ നമ്മളെപ്പോഴും ചേർത്ത് പിടിച്ചുകൊണ്ട് നിർത്തണം. അതുപോലെ തന്നെ ഒരു സംഭവം UP സ്കൂളിൽ ഉണ്ടായിട്ടുണ്ട്. ഇതല്ല സംഭവം, അതല്ല, ഒരു ലഹരി സംബന്ധമായിട്ട് ഒരു ലഹരിയുടെ ക്ലാസ്സിൽ സംബന്ധിക്കുമ്പോൾ ഉണ്ടായൊരു സംഭവം. പിന്നെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് എല്ലാ രക്ഷിതാക്കളും പിരിഞ്ഞു പോയി. അപ്പോൾ 2 അമ്മമാർ മാത്രം ഈ ഹാളിൻ്റെ വാതിലിൻ്റെ അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഒരു പ്രിവെൻറ്റീവ് ഓഫീസർ, എക്സൈസിലൊരു പ്രിവെൻറ്റീവ് ഓഫീസറാണ് ഈ ക്ലാസ് നയിക്കാൻ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എൻ്റെ ഒരു അടുത്ത സുഹൃത്ത് കൂടിയാണ് ആ പ്രിവെൻറ്റീവ് ഓഫീസർ. അപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു, അല്ല 2 രക്ഷിതാക്കൾ പോയിട്ടില്ലല്ലോ, അവരോട് എന്താണെന്ന് ചോദിക്കുമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ അവരോട് ഒന്ന് ചോദിച്ചു, എന്താ നിങ്ങൾ പോകാത്തത്? അല്ല, ഞങ്ങൾക്ക് ചില സംശയങ്ങളുണ്ട്, അതൊന്ന് തീർത്ത് തരാൻ പറ്റുമോയെന്ന്. എന്താ സംശയം? നിങ്ങൾ വരുന്നു പറഞ്ഞിട്ട് അവരെ വരുത്തി അവിടെ ഇരുത്തി. അപ്പോൾ അവരുടെ സംശയം എന്താണെന്നറിയോ? കുട്ടികൾ ലഹരി ഉപയോഗിച്ചാൽ എങ്ങനെ തിരിച്ചറിയാമെന്നുള്ളതാണ്. ആ 2 അമ്മമാർ ചോദിച്ച ചോദ്യമാണ് ഇപ്പോൾ ഞാനിവിടെ ഈ സൗഹൃദ മീഡിയയിലൂടെ നിങ്ങളോട് എല്ലാവരോടും പറയുന്നത്. എൻ്റെ കുട്ടി അല്ലെങ്കിൽ ഞങ്ങളുടെ കുട്ടി ലഹരി ഉപയോഗിച്ചാൽ ഞങ്ങൾക്ക് എങ്ങനെ തിരിച്ചറിയാൻ കഴിയുന്നതാണ്. അപ്പോൾ ലഹരി ഉപയോഗിച്ചാൽ അതിൻ്റെ മണം അറിയാതിരിക്കാനുള്ള വിദ്യകളൊക്കെ ഇപ്പോഴത്തെ ലഹരിക്ക് ഉണ്ടെന്നറിയാം. പിന്നെ കണ്ണ് ചുവക്കാതിരിക്കാൻ ഒരു മഷി പോലത്തെ സാധനം എഴുതിയാൽ കണ്ണ് ചുവക്കില്ല എന്ന് പറഞ്ഞു. ഇതൊക്കെ എക്സൈസ് പ്രിവെൻറ്റീവ് ഓഫീസർ പറഞ്ഞുള്ളൊരു അറിവാണ്. അന്നാണ് എനിക്കിതൊക്കെ അറിഞ്ഞു തുടങ്ങിയത്. അപ്പോൾ ധാരാളം ലഹരി കഴിച്ചിട്ട് ഈ മണം അറിയാതിരിക്കാനുള്ളതും ഈ കണ്ണ് ചുവക്കാതിരിക്കാൻ ഈ മഷി പോലത്തെ സാധനം എഴുതിയാൽ രക്ഷിതാക്കൾക്ക് കണ്ടുപിടിക്കാൻ കഴിയില്ല. അപ്പം പിന്നെ എന്ത് വേണമെന്നുള്ളതാണ് ആ 2 രക്ഷിതാക്കൾ ചോദിച്ചതാണ്, പിന്നെ എന്ത് ചെയ്യണമെന്ന്. അപ്പം നിങ്ങളുടെ കുട്ടി എത്ര വളർന്നാലും നിങ്ങൾക്ക് കുട്ടിയല്ലാതാവില്ലല്ലോ. അപ്പോൾ കുട്ടീനെ ഒന്നുകൊണ്ട് ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുക. അവനാൻ്റെ കുട്ടി ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും ഒന്നുകൊണ്ട് ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഈ ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുമ്പോൾ ഈ ചെയ്ത കുട്ടികളുണ്ടല്ലോ, മേൽപ്പറഞ്ഞ സാധനങ്ങൾ ഉപയോഗിച്ച കുട്ടി ഈ രക്ഷിതാവിൻ്റെ, അതായത് അമ്മയുടെ അതല്ലെങ്കിൽ അച്ഛൻ്റെ അടുത്തേക്ക് ചേരാൻ സാധിക്കില്ല. അവരൊന്ന് മാറി നിൽക്കും, അവർക്കൊരു കുറ്റബോധം തോന്നും. അങ്ങനെ അവർ ഈ കാര്യം ചെയ്തത് കണ്ടുപിടിക്കാൻ ഒരു വഴി അതാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇന്ന് നമ്മുടെ കുട്ടികൾ വിദ്യാഭ്യാസം കഴിഞ്ഞ് സ്കൂളിൽ നിന്ന് വന്നാൽ എത്ര രക്ഷിതാക്കളുണ്ടാവും ചേർത്ത് പിടിക്കാൻ? രക്ഷിതാക്കൾക്കൊക്കെ തിരക്കല്ലേ. ഇനിയിപ്പോൾ തിരക്കില്ലാത്ത രക്ഷിതാക്കൾ ഈ തരുണത്തിലുള്ള കാര്യത്തിന് നിൽക്കുക അല്ലെങ്കിൽ ശ്രമിക്കുമോ? ഇല്ല. അപ്പോൾ നമ്മളുടെ കുട്ടികളുടെ ഒരു നല്ല ഭാവിക്ക് വേണ്ടിയിട്ട് നമ്മൾ തന്നെ ഒരു നല്ല വഴി അവർക്ക് കാണിച്ചു കൊടുക്കണം. നമ്മളാദ്യം മാതൃകയാവണം. നമ്മളവരെ തന്നെ സ്വയം പര്യാപ്തരാക്കണം. ആ തരുണത്തിൽ വേണം ഓരോ രക്ഷിതാവും കുട്ടികളോട് ഇടപഴകാൻ. ഈ കുട്ടികളുടെ ഈ കോളേജിൽ പോയിട്ടുള്ള തിരിച്ചു വരവില്ലേ, അതിനൊരു സമയകൃത്യത വയ്ക്കണം. ശരിക്കും കുട്ടിക്ക് നടന്നിട്ടാണെങ്കിലും ഇനി വാഹനത്തിലാണെച്ചെങ്കിലും, സ്വന്തം വാഹനത്തിലാണെങ്കിലും ബസ്സിലാണെച്ചെങ്കിലും, പൊതുവാഹനം ഏത് രീതിയാണ് കുട്ടി അനുവർത്തിക്കുന്നുവോ അതിനൊരു പരിമിതിയായ സമയം അല്ലെങ്കിൽ ഒരു പരിധി സമയം നമ്മൾ നിശ്ചയിക്കണം. എന്നിട്ട് കുറച്ച് കൂടുതലും കൊടുക്കണം. 1 മണിക്കൂറിൻ്റെ ഉള്ളിൽ അതല്ലെങ്കിൽ 1.5 മണിക്കൂറിൻ്റെ ഉള്ളിൽ കുട്ടി ഏത് തരത്തിലും യാത്ര ചെയ്ത് വീട്ടിലെത്താവുന്നൊരു സാഹചര്യം ഉണ്ടെങ്കിൽ അത്തരം സമയം കഴിഞ്ഞാൽ കുട്ടീനെ നിർബന്ധമായും നമ്മൾ ചോദ്യം ചെയ്യണം. അതിനുള്ളൊരു മനോഭാവം രക്ഷിതാക്കൾ കാണിക്കണം. അതല്ലെങ്കിൽ കുട്ടി ആ കാരണം കൊണ്ട് പറയണം. ആ രീതിയിലാവണം കുട്ടിയും രക്ഷിതാവും വീടും തമ്മിലുള്ള ഒരു ബന്ധം. കുട്ടികൾ വളരെയാണ്, കുട്ടികൾ മുതിർന്ന വ്യക്തികളാവുകയാണ്, അവർക്ക് സ്വാതന്ത്ര്യമുണ്ട്.
എല്ലാം ഉണ്ട്. ആ സ്വാതന്ത്ര്യത്തിനൊന്നും നമ്മൾ ഹനിക്കാതെ തന്നെ വളരെ എന്താ പറയുക ഫ്രണ്ട്ഷിപ്പോട് കൂടിയിട്ട് രക്ഷിതാക്കളും കുട്ടികളും ഉള്ളൊരു രീതി ആക്കി തീർക്കണം. എന്നാലേ ഈ ഒളിവ് മറവൊന്നുമില്ലാതെ കുട്ടികളുടെ എല്ലാ കാര്യത്തിലും രക്ഷിതാക്കൾക്ക് ഇടപെടാൻ കഴിയുള്ളൂ. എല്ലാം കഴിഞ്ഞിട്ട് വിലപിച്ചിട്ട് എന്താ കാര്യമുള്ളത്? അപ്പോഴേക്കും കഴിയേണ്ട കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പോയിട്ടുണ്ടാവില്ലേ? അപ്പോൾ അതിനുള്ള വരുത്തരുത്. ഇപ്പോൾ പഠനാവശ്യങ്ങൾക്ക് കുട്ടികൾക്കൊക്കെ സ്മാർട്ട് ഫോൺ അത്യാവശ്യമാണ്. പക്ഷേ ഈ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുമ്പോൾ ശ്ലീലമല്ലാത്ത കാര്യങ്ങളും അതിൽ വരാറുണ്ട്. പക്ഷേ അതിനെ മാറ്റി നിർത്തിക്കൊണ്ട് പഠന കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധിക്കാനുള്ളൊരു മാനസികാവസ്ഥ കുട്ടികളിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അതല്ലെങ്കിൽ കുട്ടി സ്വയം അത് ആർജിക്കണം. എന്നാൽ ഒരു പരിധി വരെയൊക്കെ പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് സ്വയം മുക്തരാവാൻ കഴിയും കുട്ടികൾക്ക് തന്നെ. ഈ സൗഹൃദം വളരെ ശ്രദ്ധിച്ച് തുടങ്ങേണ്ട ഒരു കാര്യമാണ്. നമ്മൾക്ക് പറ്റാത്ത സൗഹൃദത്തിന് ഓരോ അതിർത്തി വയ്ക്കണം. മനസ്സ് തുറന്ന് സംസാരിക്കാൻ പറ്റിയൊരു സുഹൃത്തുണ്ടാവണം, ഒന്നോ രണ്ടോ സുഹൃത്തുണ്ടാവണം. അതല്ല പുറമേയുള്ള കാര്യങ്ങൾ മാത്രം പറയാൻ പറ്റിയ സുഹൃത്തുക്കൾ വേണം. അത് എല്ലാവരോടും നമ്മുടെ കാര്യങ്ങൾ പറയാൻ സാധിക്കില്ല, അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. അപ്പോൾ ഒരു തരംതിരിവ് സുഹൃത്ത് ബന്ധത്തിൽ ആദ്യം വേണം. പിന്നെ നല്ല സുഹൃത്തുക്കളെ മാത്രം കണ്ടെത്തണം. അപ്പോൾ ഒരു കുട്ടിയുടെ സുഹൃത്തുക്കൾ ആരൊക്കെ എന്നുള്ളത് രക്ഷിതാക്കൾക്ക് അറിവ് വേണം, അതല്ലെങ്കിൽ അറിഞ്ഞിരിക്കണം. ആ കുട്ടികളുടെ സ്വഭാവ രീതി എന്താണെന്നുള്ളത് രക്ഷിതാക്കൾക്ക് അറിയണം. അപ്പോൾ അവനവൻ്റെ കുട്ടിയുടെ കൂട്ടുകെട്ട് നല്ല രീതിയിലുള്ള കൂട്ടുകാരായിട്ടാണെന്നുള്ളത് രക്ഷിതാക്കൾ ഉറപ്പ് വരുത്തണം. ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും. അങ്ങനെ ഒരു കാര്യം കൂടി രക്ഷിതാക്കളുടെ ഭാഗത്തുനിന്ന് വേണം. ഇതിനൊരു അനുബന്ധം ഇപ്പോൾ പറയാണ്, നമ്മൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ മാറി ചെല്ലുമ്പോൾ പുതിയ കൂട്ടുകാരൊക്കെ ആവും. ചെറിയ ക്ലാസ് മുതൽ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി എന്നൊക്കെ വിട്ടിട്ട് നമ്മൾ ഉപരിപഠനത്തിനൊക്കെ പോകുമ്പോൾ കൂട്ടുകെട്ടുകളും കൂട്ടുകാരൊക്കെ മാറാൻ സാധ്യതയുണ്ട്. പക്ഷേ ഒരു പരിധി വരെ കഴിഞ്ഞാൽ ഓരോരുത്തരുടെയും രുചി വ്യത്യാസങ്ങളൊക്കെ നമ്മൾക്ക് അറിയാൻ കഴിയും. അപ്പോൾ ഒഴിവാക്കേണ്ട കൂട്ടുകെട്ട് നമ്മൾ ഒഴിവാക്കിയേ പറ്റുള്ളൂ. എല്ലാ കൂട്ടുകെട്ടും നമ്മൾ സ്വീകരിക്കാൻ പാടില്ല. അവനവൻ്റെ ഭാവി അപകടത്തിലാക്കുന്ന തരത്തിലുള്ള കൂട്ടുകാരെ നമ്മൾ നിർബന്ധമായിട്ട് ഒഴിവാക്കണം. അത് രക്ഷിതാക്കൾ ഒരു പ്രേരണ അവർക്ക് കൊടുക്കണം. അനാവശ്യ കൂട്ടുകെട്ടിലേക്ക് പോകാൻ പാടില്ല. ഇവരറിയാതെ തന്നെ ആ രൂപത്തിലേക്കാണ് പോകണമെന്ന് വെച്ചെങ്കിൽ അതില്ലായ്മ ചെയ്യാനുള്ളൊരു അറിവ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. പ്രതിശേഷിക്ക് അനുസരിച്ചിട്ടാണ് കുട്ടികളെ അന്യ സംസ്ഥാനങ്ങളിലേക്കൊക്കെ പറഞ്ഞയച്ച് ഹോസ്റ്റലിലൊക്കെ നിർത്തി പഠിപ്പിക്കുന്നത്. അപ്പോൾ രക്ഷിതാക്കളുടെ വിചാരം എൻ്റെ കുട്ടിയുടെ പഠനത്തിന് യാതൊരു തടസ്സം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് കോളേജിൻ്റെ അടുത്ത് തന്നെ താമസ സ്ഥലമൊക്കെ സൗകര്യമൊക്കെ ഏർപ്പെടുത്തിയിട്ടാണ് അവർ ഭീമമായ സംഖ്യയൊക്കെ ആദ്യം കൊടുത്തിട്ടാണ് കുട്ടികളെ അവിടെ ആക്കിയിട്ട് പഠിപ്പിക്കുന്നത്. കുട്ടികൾ പഠിക്കുന്നുണ്ടാവാം, അതിലിടയ്ക്ക് ഈ ഫ്രണ്ട്ഷിപ്പൊക്കെ മാറി വന്ന് പല കാര്യങ്ങളും ഉണ്ടാവാം. അതിൽ പല കുട്ടികളുടെ ജീവനടക്കം പൊലിഞ്ഞിട്ടുണ്ട്. ഇപ്പം അടുത്ത് തന്നെ ഒരു 7ാം നിലയുടെ മുകളിൽ നിന്നൊരു പെൺകുട്ടി വീണിട്ട് മരണപ്പെടുകയുണ്ടായി. അതിൻ്റെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുക. സ്വമേധയാ ഗ്രില്ലിൻ്റെ മുകളിൽ 7ാം നിലയുടെ മുകളിലത്തെ ഗ്രില്ലിൻ്റെ മുകളിൽ കയറിയിരുന്നു കുട്ടി ഫോണിൽ സംസാരിക്കുമ്പോൾ അറിയാതെ വീണതാന്ന് ഒരു വിഭാഗം പറയുന്നുണ്ട്. തെളിവില്ലല്ലോ, വീണ കുട്ടി മരണപ്പെട്ടു പോയി, തെളിവില്ല, സാക്ഷികളുമില്ല. ഇനി സഹപാഠികളാരെങ്കിലും കണ്ടെങ്കിലേ ഉള്ളൂ. 4ാം നിലയിൽ താമസിക്കുന്ന കുട്ടി 7ാം നിലയിലേക്ക് എന്തിനു പോയി എന്നുള്ളതൊക്കെയാണ് അവിടെ ചോദ്യം വരുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മളിനി എങ്ങനെ തെളിയിക്കുക? അടങ്ങി ഒതുങ്ങിയിട്ട് പരമാവധി അങ്ങനെയുള്ള പെൺകുട്ടികളുടെ പഠനം വരിക. വലിയ കുഴപ്പമൊന്നുമില്ലാത്ത രീതിയിൽ അവർ പഠിച്ചോളുമല്ലോ. അങ്ങനെ ഒരു പെൺകുട്ടിക്കാണ് ഇപ്പോൾ ഈ സംഭവം ഉണ്ടായത്. അപ്പോൾ ബന്ധുക്കൾ അപ്പം തന്നെ വന്ന വഴിക്ക് അറിയിച്ചപ്പോൾ വന്ന വഴിക്ക് എന്താ പറഞ്ഞത്, എന്തിനാണിപ്പോൾ 7ാം നിലയിലേക്ക് കുട്ടി പോയിട്ടുണ്ടാവുക, അങ്ങനെ പോകേണ്ട ഒരു ആവശ്യമില്ലല്ലോ. ഒരു സംശയത്തിൻ്റെ മുൾമുനയിലാണ് ഇപ്പോൾ അത് നിൽക്കുന്നത്. അപ്പോൾ ദൃശ്യമാധ്യമങ്ങളിലും ശ്രവ്യ മാധ്യമങ്ങളിലൊക്കെ നമ്മൾ നോക്കുമ്പോൾ ഇത്തരുണത്തിലുള്ള വാർത്തകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാ സൗകര്യത്തോടും കൂടി പഠിച്ച് നല്ലൊരു നിലയിലാവണമെന്ന് രക്ഷിതാക്കൾ കണക്ക് കൂട്ടിയിട്ട് കുട്ടികളെ ഇത്തരുണത്തിലൊക്കെ പഠിപ്പിക്കാൻ കൊണ്ടാക്കിയിട്ടും അവിടെ നിന്നൊക്കെ കുട്ടികൾക്ക് ഓരോ അപകടങ്ങളൊക്കെ പറ്റുക. പിന്നെ ബിൽഡിങ്ങിൻ്റെ മുകളിൽ കയറി നിന്നിട്ട് ചാടി ആത്മഹത്യ ചെയ്യുന്നുള്ള ഭീഷണിപ്പെടുത്തുക കോളേജ് അധികൃതരെ.
ഇങ്ങനെയുള്ള ചില പ്രവണതകളും കുട്ടികളെ അനുശാസിക്കുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ അതിൽ നിന്നൊക്കെ നമ്മളിപ്പോൾ എന്താ മനസ്സിലാക്കുക? പരീക്ഷ എഴുതാൻ പിന്നെ കാരണങ്ങൾ കാണിക്കാതെ എഴുതാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു നോക്കുമ്പോൾ അതിനെതിരെയാണ് ഒരു കുട്ടി ഭീഷണിപ്പെടുത്താൻ വേണ്ടിയിട്ട് കെട്ടിടത്തിൻ്റെ മുകളിൽ കയറിയിട്ട് ചാടി ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞത്. പരീക്ഷ എഴുതാൻ മുടങ്ങിയതിന് കാരണം കാണിക്കണമല്ലോ. അപ്പോൾ അവൻ്റെ ആവശ്യം എന്താണ്? എന്നെ മാത്രം പരീക്ഷ എഴുതാൻ സമ്മതിച്ചാൽ പോരാ, അവൻ്റെ കൂട്ടുകാരടക്കം പരീക്ഷ എഴുതാൻ സമ്മതിപ്പിക്കണം എന്നാണ്. അവസാന ഘട്ടത്തിൽ ഗത്യന്തരമില്ലാതെ പ്രിൻസിപ്പൾ അടക്കം വന്നിട്ട് പറയാണ്, ഞാൻ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്, ഈ ഒന്നും അവിവേകമൊന്നും കാണിക്കേണ്ട, ഇറങ്ങി പോരെ, പരീക്ഷ എഴുതാനുള്ള സാഹചര്യം ഉണ്ടാക്കി തരാമെന്ന്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ചുറ്റുവട്ടത്ത് നടക്കുന്ന സംഭവങ്ങളാണ്. സൗഹൃദ മീഡിയ മനസ്സിലാക്കുന്നത് എന്താ വെച്ചാൽ, ഈ കുട്ടികൾക്ക് ചെറുപ്പം മുതലേ നല്ലൊരു രീതിയിൽ നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് ആ പറഞ്ഞു കൊടുക്കലിൻ്റെ പോരായ്മകൾ ഉണ്ടായിപ്പോയി എന്നുള്ളത് തോന്നിപ്പോവാണ്. അങ്ങനെ മറ്റ് പല സംസ്ഥാനങ്ങളിലും ജില്ലകളിലും നടക്കുന്ന സംഭവങ്ങൾ ഇനി ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സന്ദേശമാണ് സൗഹൃദ മീഡിയ തരുന്നത്. അപ്പോൾ എല്ലാ രക്ഷിതാക്കൾക്കും കുട്ടികൾക്കും വേണ്ടിയിട്ടാണ് ഈ എളിയ ഒരു വീഡിയോ സമർപ്പിക്കുന്നത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.